തൃശൂർ പാവറട്ടിയിൽ മൈക്രോ ഫിനാൻസ് കമ്പനിയുടെ ഏജന്റുമാർ വീട്ടിൽ കയറി സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചു. മരുതയൂർ സ്വദേശി മണിയുടെ വീട്ടിലാണ് ആക്രമണം നടന്നത്. സംഭവത്തിൽ കളക്ഷൻ ഏജന്റ് ഗുരുവായൂർ സ്വദേശി ധീരജിനെ പോലീസ് പിടികൂടി. നീ എന്തിച്ചിട്ടാണ് എന്നെ അടിക്കാൻ കയറിയത്? എന്റെ വീട്ടില് നീ എന്തിച്ചിട്ടാണ് എന്നെ അടിക്കാൻ കയറിയത്? നീ എന്തിച്ചിട്ടാണ് നീ എന്നെ അടിക്കാൻ കയറിയത്? ഞാനും നീ തമ്മിൽ ഞാനും നീ തമ്മിൽ അടിക്കാൻ വേണ്ട. കേസ് കൊടുക്കാൻ കേസ് കൊടുക്കാൻ നീ എന്തിച്ചിട്ടാണ്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ലെവിൻ കെ വിജയൻ ചെയ്യുന്നുണ്ട്. ലെവിൻ, ശരിക്കും എന്താണ് സംഭവിച്ചത്? സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? മൈക്രോ ഫിനാൻസ് ഏജന്റുമാരുടേതായിട്ടുള്ള ഭീഷണിയും പിരിവും ഒക്കെ തുടങ്ങി ഒട്ടേറെ സ്ത്രീകളും മാതാപിതാക്കളും ഒക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു വരുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇത് കണ്ടത്. നേരത്തെ തൃശൂർ കൊടുങ്ങല്ലൂരിൽ തന്നെ മൈക്രോ ഫിനാൻസ് ജീവനക്കാരുടെ അല്ലെങ്കിൽ ഏജന്റുമാരുടെ ഭീഷണിയെ തുടർന്ന് ഒരു യുവതി ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ കൂടിയാണ് ഇത്തരം ഒരു സംഭവം പുറത്തു വരുന്നത്. ഇന്നലെയാണ് തൃശൂർ പാവറട്ടി മരുതയൂരിൽ മൈക്രോ ഫിനാൻസ് സംഘങ്ങളുടെ ഏജന്റുമാരായിട്ടുള്ള ആളുകൾ വീട്ടിലെത്തുന്നത്. അതായത് മരുതയൂർ സ്വദേശിയായിട്ടുള്ള മണിയുടെ വീട്ടിലാണ് ഇവരെത്തുന്നത്. ഈ മണിയുടെ ഭാര്യ സന്ധ്യ സാവകാശം ചോദിക്കുന്നു. 2 ദിവസത്തേക്ക് കൂടി പണം തിരികെ നൽകാൻ ഒരു സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഈ ഏജന്റുമാരായി എത്തിയ ആളുകൾ ഇതിന് കൂട്ടാക്കുന്നില്ല. ഈ സ്ത്രീകളെ കയ്യേറ്റം ചെയ്യുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്യുന്ന സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. സന്ധ്യക്കെതിരെ ഈ മൈക്രോ ഫിനാൻസ് ഏജന്റുമാരുടെ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം കണ്ട് അയൽവാസിയായിട്ടുള്ള സുബൈദ കൂടി അവിടേക്ക് എത്തുന്നു. എന്നാൽ സുബൈദയ്ക്ക് നേരെയും കയ്യേറ്റം ചെയ്യുകയും ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളെ തള്ളിയിടുകയും ചെയ്യുന്ന സമീപനമാണ്. അത്തരത്തിൽ ക്രൂരമായ പെരുമാറ്റങ്ങളാണ് ഇത്തരം മൈക്രോ ഫിനാൻസ് ഏജന്റുമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ സംഭവം ചൂണ്ടിക്കാട്ടി ഇവർ രണ്ടുപേരും ഇന്നലെ തന്നെ ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രി മുല്ലശ്ശേരിയിലെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയും മറ്റുമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പോലീസ് ഇന്റിമേഷൻ സ്വീകരിച്ചുകൊണ്ട് പരാതി അടിസ്ഥാനമാക്കി കേസെടുക്കുകയും ഈ ഏജന്റുമാരിൽ ഒരാളായിട്ടുള്ള ഗുരുവായൂർ സ്വദേശിയായിട്ടുള്ള ധീരജിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ റിമാൻഡ് ചെയ്തതായാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ ക്രൂരമായ പെരുമാറ്റം പലപ്പോഴും സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ആളുകൾക്ക് ഇത്തരം ഏജന്റുമാരുടെ പക്കൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. പല സംഭവങ്ങളും നമ്മൾ പുറം ലോകത്തേക്ക് അറിയുന്നില്ല എന്നുള്ളതാണ്. പലതരത്തിലുള്ള ഭീഷണിയും ഒക്കെ ഇത്തരക്കാരിൽ നിന്നുണ്ടാകുന്നു. പക്ഷേ പരാതിപ്പെട്ടാലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു നിയമ നടപടിയിലേക്ക് കടന്നാൽ മാത്രമാകും ഇത്തരക്കാർക്കെതിരെ എന്തെങ്കിലും ഒരു കേസാണെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം.